ഇപ്പോൾ ഇത് ഗോവിന്ദസ്വാമിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ വിയ്യൂരിലേക്ക് മാറ്റുകയാണ്. ഗോവിന്ദസ്വാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോവുകയാണോ? ആ ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ കണ്ടത്? മനു, ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നതിന്റെ ാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. കണ്ണൂർ ജയിലിൽ നിന്നും ഈ വാഹനം ഇവിടെ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഏതായാലും ഈ അതീവ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ മാറ്റിയിരിക്കുന്നത്. ഇന്നലെ വൈകിയതുകൊണ്ട് രാത്രി അത്തരത്തിലുള്ള ഒരു ജയിൽ മാറ്റം വേണ്ട എന്നുള്ളത് തീരുമാനിച്ചത് കൊണ്ടായിരുന്നു ഇന്നലെ ഒരു ദിവസം കണ്ണൂർ ജയിലിൽ പാർപ്പിച്ചതിന് ശേഷം ഇന്ന് രാവിലെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ രാവിലെ തന്നെ പൂർത്തിയാക്കി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ഗോവിന്ദസ്വാമി ഇന്നലെ പ്രതിയായതിന് പിന്നാലെ തന്നെ ജയിൽ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം ചേരുകയും ജയിൽ DGPയുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ കണ്ണൂരിൽ തന്നെ ഉന്നതതല യോഗം ചേർന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ജയിൽ മാറ്റത്തിനുള്ള ഒരു തീരുമാനം കൂടി ഇന്നലെ ജയിൽ വകുപ്പ് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് കൂടി പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇന്നലെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാകുമ്പോഴേക്കും നേരെ വൈകി. പിന്നീട് സുരക്ഷാ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് രാത്രിയിൽ ഒരു ജയിൽ മാറ്റം വേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു ദിവസം കണ്ണൂർ ജയിലിൽ പാർപ്പിച്ചതിന് ശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയത്തിനകം ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക്, അതീവ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും കണ്ണൂരിൽ നിന്നും പോലീസിൻ്റെ വാഹനം ഗോവിന്ദസ്വാമിയെയും കൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് വിയ്യൂർ ജയിലിലേക്ക് നീങ്ങിയിട്ടുള്ളത്. മനു, അതീവ സുരക്ഷയിലാണോ ഇപ്പോൾ ഗോവിന്ദസ്വാമിയുമായി ഈ വാഹനം പുറപ്പെട്ടിട്ടുള്ളത്? സന്തോഷം. അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഗോവിന്ദസ്വാമിയുമായുള്ള പോലീസിന്റെ വാഹനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ ഗോവിന്ദസ്വാമിയെ പോലീസ് ഈ തളാപ്പിലെ കിണറ്റിൽ നിന്നും പിടികൂടി അതിനുശേഷം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ചോദ്യം എത്തിച്ചതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് പിന്നീട് എല്ലാ നീക്കങ്ങൾക്കും, അതായത് മെഡിക്കൽ പരിശോധനകൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും പിന്നീട് തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് കോടതിയിൽ എത്തിക്കുന്ന സമയത്തുമെല്ലാം തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. നിരവധി പോലീസ് വാഹനങ്ങളും പോലീസ് ബസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജയിൽ ചാട്ടം നടത്തിയ ഒരു കൊടും കുറ്റവാളിയാണ് ഗോവിന്ദസ്വാമി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ പ്രതിഷേധം ഗോവിന്ദസ്വാമിക്കെതിരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതുമാണ്. ഇന്നലെ ഈ കിണറ്റിൽ നിന്ന് പിടികൂടുന്ന സമയത്ത് തന്നെ ജനങ്ങളുടെ രോഷം കണ്ടതാണ്. അതുകൂടാതെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് ജില്ലാ ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്തും ജനങ്ങളുടെ രോഷം ഗോവിന്ദസ്വാമിക്കെതിരെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതീവ സുരക്ഷയിൽ ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മനു, തീർച്ചയായും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഗോവിന്ദസ്വാമി കൂടി എത്തുമ്പോൾ വിയ്യൂർ ജയിലിന് സന്തോഷ് അധിക സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ആ രീതിയിലാണോ പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ വിയ്യൂർ ജയിലിലേക്ക് ജയിൽ വകുപ്പ് നൽകിയിരുന്നു. ആവശ്യമായിട്ടുള്ള കൂടുതൽ സുരക്ഷയൊരുക്കാനും പ്രത്യേക അതീവ സുരക്ഷയുള്ള സെല്ലിലേക്ക് ഗോവിന്ദസ്വാമിയെ മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇന്നലെ തന്നെ എടുത്തിട്ടുള്ളതാണ്. ഏതായാലും ജയിൽ ചാട്ടം ഉൾപ്പെടെ നടത്തിയ ഒരു കുറ്റവാളി എന്നുള്ള രീതിയിൽ വിയ്യൂർ ജയിലിലും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഏകാന്ത സെല്ലിലായിരിക്കും ഗോവിന്ദസ്വാമിയെ തടവിൽ പാർപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ തീരുമാനം ഇന്നലെ ജയിൽ വകുപ്പ് കൈക്കൊണ്ടതും. മാത്രമല്ല വിയ്യൂർ ജയിലിൽ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേക സുരക്ഷയിലായിരിക്കും ഗോവിന്ദസ്വാമിയെ ഈ വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവിന് അല്ലെങ്കിൽ ആ അതീവ സുരക്ഷയുള്ള സെല്ലിലേക്ക് പാർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ പുറമെ ജോലിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും നിയന്ത്രണമുണ്ടാകും. ജയിൽ ചാട്ടം നടത്തിയ പ്രതി എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള സാധാരണ തടവുകാർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ജോലിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഗോവിന്ദസ്വാമിക്ക് അനുവദിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള പ്രത്യേക ജയിലിൻ്റെ നിബന്ധനകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് അതീവ സുരക്ഷയിൽ തന്നെയായിരിക്കും ഗോവിന്ദച്ചാമിയെ കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുക. ഏതായാലും ഈ ജയിൽ വകുപ്പും ഇന്നലെ ഉണ്ടായ ഈ ഒരു ജയിൽ ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ജയിൽ സുരക്ഷയെ സംബന്ധിച്ച വളരെ നിർണായകമായിട്ടുള്ള പരിശോധനകൾ ഇന്നലെ തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർ പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും, തുടർ നടപടികളും വരും ദിവസങ്ങളും ഉണ്ടാകും. കേരളത്തിലെ എല്ലാ ജയിലുകളിലും ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനയും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുടെ പരിശോധനയും എല്ലാം തന്നെ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് അക്കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഇന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ മുഖ്യമന്ത്രിയുടെ വിളിച്ചു ചേർത്ത യോഗം ഉൾപ്പെടെ ചേരുന്നത്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഈ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി വലിയ പോലീസ് സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനു. ശരി, എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദച്ചാമി ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു, അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ തത്സമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ടത്.